നമസ്കാരം. മലയാള സിനിമാ നടന്മാർക്ക് അങ്ങനെ എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഒരു നേട്ടം DQ ഇപ്പോൾ സ്വന്തമാക്കിയിരിക്കുകയാണ്. വിഷയത്തിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. വെങ്കി ആഡ്ലൂരി സംവിധാനം ചെയ്ത ലക്കി ഭാസ്കർ എന്ന തെലുങ്ക് ചിത്രം തിയേറ്ററുകളിൽ മികച്ച അഭിപ്രായം നേടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ചിത്രത്തിന്റെ ഒഫീഷ്യൽ 100 കോടി അനൗൺസ്മെന്റ് DQ തന്നെ പുറത്തുവിട്ടിരുന്നു. മുമ്പ് 2 തവണ 100 കോടിയുടെ തൊട്ടടുത്തെത്തിയിട്ട് നേടാതെ പോയ ആ ഒരു നേട്ടം ലക്കി ഭാസ്കറിലൂടെ DQ സ്വന്തമാക്കിയിരിക്കുന്നു. 2021 പുറത്തിറങ്ങിയ കുറിപ്പ് തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം 88 കോടി രൂപയോളമാണ് നേടിയത്. അന്ന് കോവിഡിന്റെ സാഹചര്യത്തിൽ പല തിയേറ്റർ നിയന്ത്രണങ്ങളിലും ആയിട്ട് പോലും അന്ന് ചിത്രം നേടിയത് തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം 88 കോടി രൂപയോളമായിരുന്നു. 2022 പുറത്തിറങ്ങിയ തെലുങ്ക് ചിത്രമായ സീതാരാമം തിയേറ്റർ കളക്ഷനിലൂടെ മാത്രം അന്ന് നേടിയത് 98 കോടി രൂപയോളമാണ്. ലക്കി ഭാസ്കർ 100 കോടി അടിക്കുന്നതിന് മുമ്പ് വരെ DQവിന്റെ സിനിമാ ജീവിതത്തിലെ ഏറ്റവും ഉയർന്ന കളക്ഷൻ നേടിയ ചിത്രം കൂടിയായിരുന്നു സീതാരാമം. ലക്കി ഭാസ്കർ 100 കോടി നേടിയപ്പോൾ DQ മറ്റൊരു വലിയ നേട്ടത്തിലേക്കാണ് അല്ലെങ്കിൽ റെക്കോർഡിലേക്കാണ് ഇപ്പോൾ എത്തിയിരിക്കുന്നത്. ഒരു മലയാള നടൻ അന്യഭാഷയിൽ ലീഡ് റോൾ ചെയ്ത് നേടിയ ഏറ്റവും ഉയർന്ന കളക്ഷനാണ് DQ ലക്കി ഭാസ്കറിലൂടെ നേടിയിരിക്കുന്നത്. ഈ റെക്കോർഡ് മലയാളത്തിലെ മറ്റൊരു നടൻ തകർക്കുമെന്നത് താരതമ്യേന അസാധ്യമായ ഒരു കാര്യം തന്നെയാണ്. തെലുങ്കിലെ സീനിയർ താരങ്ങളായ നാഗാർജുന, രവി തേജ എന്നിവർക്ക് പോലും ഇതുവരെ 100 കോടി നേടാൻ തെലുങ്ക് സിനിമയിലൂടെ സാധിച്ചിട്ടില്ല. അവിടെയാണ് DQ ഈ ഒരു നേട്ടം സ്വന്തമാക്കിയിരിക്കുന്നത്. ഈ വീഡിയോ കാണുന്ന പ്രേക്ഷകരുടെ അഭിപ്രായത്തിൽ ഈ ഒരു റെക്കോർഡ് മറികടക്കാൻ സാധ്യതയുള്ള മലയാള നടൻ ആരാണെന്ന് താഴെ കമന്റ് ചെയ്യാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.